ഇന്ന് നമുക്കപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതാ ഇരുമ്പമ്പുളി നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെ ഒരു മൂട് ചേമ്പ് പറിച്ചു, കുറച്ചേ ഉള്ളൂ. ഒരു മൂട് പറിച്ചിട്ട് ഇത്രേ കിട്ടിയിട്ടുള്ളൂ. ചേമ്പ്, ചെറുചേമ്പ് എന്താ അതും ഈ ഇരുമ്പമ്പുളി നമ്മൾ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ടേ ചെറു ചൂടുള്ള വെള്ളത്തിലിട്ട് അവിടെ വെച്ച് കുറച്ച് നേരം. അപ്പോൾ അതിൻ്റെ ആ വളരെ അധികമുള്ള പുളിപ്പ് അങ്ങ് മാറി. അതിനുശേഷം പക്ഷേ എന്നാലും ഇതിനകത്ത് നമ്മൾ ഒരു ചെറിയ ചുള കുടംപുളി ചേർക്കും. ഇതിനെന്നറിയാം, ആ മീനിൻ്റെ ടേസ്റ്റ് കൂടാൻ വേണ്ടി. അപ്പോൾ അതും നമുക്ക് എടുക്കാം. അത് ഞാൻ എടുക്കട്ടെ. ഞാനെങ്ങും പോയിട്ടൊന്നുമില്ല കേട്ടോ, ഇവിടെ തന്നെ ഉണ്ട്. ഇതാ ഇതിൻ്റെ പകുതിയെ ഞാൻ ഇടുകയുള്ളൂ. പുളി അതിനകത്തുണ്ടല്ലോ, അപ്പോൾ പകുതി. ഇനി നമുക്ക് പാചകം തുടങ്ങാം. നോക്കട്ടെ, ഞാൻ എടുക്കട്ടെ. ഇത് നാളികേരവും കുറച്ച് പച്ചമല്ലി, നമ്മുടെ ആവശ്യത്തിനുള്ള നാളികേരം, കുറച്ച് പച്ചമല്ലി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഇത്തിരി മഞ്ഞളും ഇത്തിരി മുളക് പൊടിയും കൂടി ഇട്ട്. മുളക് പൊടി വളരെ കുറച്ചുള്ളൂ, കാരണം പച്ചമുളകും ഒക്കെ കൂടുതലുണ്ട് കേട്ടോ. വേണം ഇത്തിരി കൂടി ഇടാം. അപ്പം ഇതെല്ലാം കൂടെ അരച്ച് വെച്ചിരിക്കുന്ന ഇത് ചെറിയ തഴുതരിപ്പ്. ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല, കുറച്ച്. എന്നാൽ ഒരു പെരണ്ടിരിക്കണം, ഒരു അവിയൽ പോലെ. അവിയലിൻ്റെ കാട്ടി ഇത്തിരി കൂടി നീട്ടി വയ്ക്കും, ഒരു തീയലിൻ്റെ അത്രയും വെള്ളം. അപ്പോൾ ഇതെല്ലാം കൂടെ ഇനി നമുക്ക് നമ്മുടെ കാര്യപരിപാടിയിലേക്ക് കടക്കാം. നമ്മുടെ സിങ്കിൻ്റെ അവിടെ കാണാതിരിക്കാൻ അപ്പുറത്ത് വെച്ച് ചെയ്യാറുണ്ട്. പക്ഷേ കൂട്ടുകാരെ, അത് പക്ഷെങ്കിൽ ആ സൈഡിൽ വെച്ചാൽ സൂപ്പറാണ്. പക്ഷെങ്കിൽ ആ സൈഡിൽ വെക്കുമ്പോൾ നമുക്ക് പിന്നെ ആ സൈഡിൽ വെക്കുമ്പോൾ നമുക്ക് വെളിച്ചം കുറവ്, പ്രകാശം കുറച്ചേ കിട്ടുന്നുള്ളൂ. ഇനി നമുക്ക് ചട്ടിയിലേക്ക് ഈ ഇരുമ്പുളിക്ക് ഇപ്പം ചൂട് കുറവ് കേട്ടോ. ഇത് കഴുകിട്ട് ഇരിക്കുന്നു. അവള് കഴുകി വെച്ച് ഞാൻ ഒന്നുകൂടെ കഴുകി. ചട്ടിയിലേക്ക് നമ്മൾ ഈ ഇരുമ്പുളി ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ പുളി കുറച്ച് പോവുകയോ കീറി ഇട്ടിരിക്കാം. ഒരാറായിട്ട് കീറി കേട്ടോ. ഇനി നമ്മൾ നന്നാക്കി വെച്ച് ഇരുമ്പുളി നോക്കട്ടെ. നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പുളിയുണ്ട്. നോക്കൂ, ഈ ചേമ്പുമ്പത്തും കൂടി ഇടുമ്പോഴേ അതിൻ്റെ പുളി കുറഞ്ഞോളൂ. എന്നിട്ട് പിന്നെ നമ്മൾ ഉപ്പെടുക്കട്ട് കലക്കി വെച്ചിരിക്കുന്നു. ഉപ്പ് കുറച്ച് കഴുകി ഇതിൽ വയ്ക്കാം. ഇനി നോക്കൂ, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടെ അരിഞ്ഞ് വെച്ചിട്ട് ചെറിയുള്ളി ഉണ്ട് കേട്ടോ. ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില അത് കൂടി ഇതിലേക്ക് ഇടാം. ഇവിടെ കിടക്കൂ. കറിവേപ്പില ഇതിലിടാം. പച്ചമുളക് കൂടി ഇട്ടിട്ടുണ്ട്. മുളക് കൂടി കുറച്ചേ ഉള്ളൂ. ഇവിടെ കിടക്ക് രാജാ കിടക്ക്. ഇനി ഒരു രുചിക്കും മണത്തിനും വേണ്ടി നമുക്ക് ഈ ചെറിയ കഷ്ണം കൊണ്ടുപോയി വിടാം. അതിനുശേഷം നമുക്ക് നോക്കൂ,
കലക്കി വെച്ചിരിക്കുന്ന ഉപ്പാണ്, കല്ലുപ്പ് കലക്കി വെച്ചിരിക്കുന്നത്, അത് ഒഴിച്ചു. ഇനി നമുക്ക് നല്ല വെള്ളം എടുക്കട്ടെ. എത്ര വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ മക്കൾ കൊണ്ടുപോയി സ്വദേശത്തും വിദേശത്തും ഒക്കെ ഭക്ഷണം വാങ്ങിച്ച് തന്നിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഇത് വെച്ച് നോക്കിയപ്പോൾ ഇതിൻ്റെ രുചി നിങ്ങൾക്ക് വെച്ച് തരും ഞാനൊന്ന് തീർച്ചപ്പെടുത്തിയതാണ് ഞാൻ. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കട്ടെ. വെള്ളം ഒഴിച്ചു. ഇനി അരവിലേക്കും കുറച്ച് വെള്ളം ഒഴിക്കട്ടെ. ഇതാ അരവിലേക്കും വെള്ളം ഒഴിച്ചു കലക്കി ഇതിലേക്ക് ഒഴിച്ചു. പച്ചമുളകും എല്ലാം ഉണ്ട്. ഇതിന് നമുക്ക് ഇത് നല്ലോണം കലക്കാം. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു മീൻകറി ഇത് കേട്ടോ. ഇത് ഉണക്കമീനിട്ട് വെക്കാണ് ഏറ്റവും ടേസ്റ്റ്. മത്തിയോ അയലയോ ഉണക്കമത്തിയോ അയലയോ ഇങ്ങനെ വെച്ചാൽ വളരെ രുചികരമാണ്. ഈ അടുക്കൽ കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട്. കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കപ്പയ്ക്ക് ഒരു മീൻ കൂട്ടാൻ വേണ്ടേ, അതുകൊണ്ടാണ് ടീച്ചർ ഇന്ന് മീൻ കൂട്ടാൻ വയ്ക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കട്ടെ. ഇത്തിരി ചാറ് വേണം ഇതിന്. ഉപ്പൊക്കെ ഉണ്ട്, വേണേ ഇത്തിരി കൂടി ഇടാം, കാരണം ആ പിന്നെ നോക്കാം. കറിവേപ്പില എല്ലാം ഇതിലുണ്ട് കേട്ടോ. ഇത്തിരി മുളക് പൊടി കൂടി ഇടാം. അല്പം മുളക് പൊടി ഇടാം. കുട്ടികളെ, എനിക്കിപ്പോഴും ഈ മൈക്ക് വെക്കുന്നത് ശരിയായിട്ടില്ല, ക്യാമറ വയ്ക്കുന്നത് ശരിയായിട്ടില്ല, ഒന്നും ശരിയായിട്ടില്ല. എനിക്കിതിൻ്റെ ടെക്നോളജി ഒന്നും അറിയില്ലല്ലോ. ടീച്ചർ പിന്നെ എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നു. ഇവിടെയുള്ളവർക്ക് ആർക്കും ഇത് താല്പര്യമില്ലാത്തതുകൊണ്ട് നോ ഹെൽപ്പ് ഫ്രം ദം. അവരിൽ നിന്നൊന്നും എനിക്കൊരു ഹെൽപ്പുമില്ല. അവർ ചോദിക്കുന്ന എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യമാണ്. എനിക്കിപ്പോൾ ഒരു റിലാക്സേഷൻ, ഒരു രസം. പിന്നെ പണ്ടേ എനിക്ക് ടീച്ചിങ്, കുക്കിങ്, ടോക്കിങ് ഇതൊക്കെയാണ് എൻ്റെ മേഖലകൾ, എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ പാഷൻ അതൊക്കെയാണ്. അപ്പോൾ ഇനി നമുക്കിത് തീ കത്തിക്കാം. സ്റ്റൗ കത്തിച്ചു. ഇത് ഒന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച അവിടെ കിടന്ന് നേരട്ടെ. അടച്ചു വയ്ക്കാം. ഇനി ഇതിവിടെ കിടന്ന് ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് കൊണ്ട് ഈ 5 മിനിറ്റ് കൊണ്ട് ഈ ചട്ടി ചൂടാവും. മൺചട്ടിയല്ലേ, അത് കഴിഞ്ഞിട്ട് എളുപ്പമാവും. അപ്പം അങ്ങനെ ഇനിയിപ്പോൾ 5 മിനിറ്റ് കൊണ്ട് ഇത് തിളയ്ക്കും. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ ഒരു സ്പെഷ്യൽ മീൻ കറി. ഇതിനകത്ത് ഞാൻ ഇട്ടിരിക്കുന്ന മീൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾ ഇങ്ങനെ വെച്ച് നോക്കണം കേട്ടോ. ഇത് ഉണക്കമീനാണെങ്കിൽ ഒന്നുകൂടെ രുചികരമായിരിക്കും കേട്ടോ. ഉണക്കമീനാണെങ്കിൽ ഒന്നുകൂടെ രുചികരമായിരിക്കും. അപ്പോൾ നമുക്ക് എത്ര വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ പോയാലും ഇങ്ങനത്തെ ഫുഡൊന്നും, ഇങ്ങനത്തെ കറികളൊന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ, നമ്മുടെ പരിസരത്തുള്ള സാധനങ്ങൾ മാത്രമായത്. നിങ്ങൾക്കറിയാമല്ലോ, ടീച്ചർ രാവിലെ എത്ര വയ്യായാലും തൊടിയിലൊക്കെ ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ഒന്ന് കുത്തി നടുവെന്ന് അങ്ങനെ നട്ടുന്നതല്ലേ അന്ന്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും എല്ലാവരും എന്തെങ്കിലുമൊക്കെ രാവിലെ
ആകുമല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മുറ്റത്ത് ഇത്തിരി സ്ഥലമുള്ളിടത്ത് യൂസ്ഫുള്ളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നട്ട് വളർത്തണം. പിന്നെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ പോരെ. അപ്പോൾ ഫ്ലാറ്റിലായാലും ശരി, വെളിരാജ്യത്തായാലും ശരി, എവിടെയായാലും ശരി, നമുക്ക് ഒരു ചട്ടിയൊക്കെ അഫോർഡബിളാണല്ലോ. പിന്നെ ഇപ്പം പച്ചക്കറി ചെടികളും എല്ലാം ചട്ടിയോടെ കിട്ടും. അത് വാങ്ങിച്ചുകൊണ്ടെന്ന് വെച്ചാൽ എളുപ്പമാണ്. നമുക്കിവിടെ മുറ്റത്ത് പച്ച തൊടിയിലൊക്കെ സ്ഥലം ഉള്ളത് കൊണ്ട് നമുക്കറിയും. എല്ലാം ചെയ്തു കൊടുക്കും ഞാൻ. എത്ര വയ്യായിരുന്നു. എൻ്റെ പ്രായമൊക്കെ ഞാൻ പലവട്ടം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ ശാരീരിക അവസ്ഥകൾ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും തോന്നില്ല. പക്ഷേ 2 നേരം 36 യൂണിറ്റ് ഇൻസുലിൻ, പിന്നെ ഒരുപാട് മരുന്നുകൾ എല്ലാം ഉണ്ട് അതിനിടയില്ല. പക്ഷേ ചിരിയാണ് ഏറ്റവും വലിയ മരുന്ന്. ചിരി പോലൊരു മരുന്നില്ല. ചിരി കാണുന്നവർക്ക് ഒരു പോസിറ്റീവ് എനർജി അല്ലേ ഉണ്ടാകുക. അപ്പോൾ നമ്മൾ എന്നുവെച്ചാൽ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണമെന്നല്ല, ആവശ്യമുള്ളപ്പോൾ നമ്മുടെ മുഖത്തൊരു പുഞ്ചിരി, അത് നമുക്ക് എന്താ നഷ്ടം? ഒന്നും ചിലവില്ലല്ലോ. കാണുന്നവർക്കൊപ്പം നമ്മളെ കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ അതാണ് ഞാൻ. ഇനി ഇത് 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് തിളയ്ക്കും. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ചെറിയ തീയിൽ അവിടെ ഇട്ടാൽ മതി. അത് പിന്നീട് നമുക്ക് കാണാം. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് ഞാൻ നിങ്ങളെ ഒരു ടിപ്പ് കാണിക്കണം എന്ന് വിചാരിച്ചു. ഫേസിൻ്റെ ഒരു ടിപ്പ്. അതെ, ഇത് കഴിഞ്ഞ് എനിക്ക് നേരെ ഉണ്ടേ ഞാൻ കാണിക്കാം. അല്ലെങ്കിൽ ഇന്നെനിക്ക് ഒരു വിഷമകരമായ ഒരു സംഭവം കുറച്ച് മുമ്പെയാണ് ഉണ്ടായത്. അതുകൊണ്ട് എനിക്കൊന്നിനും ഒരു ആക്റ്റീവ്നെസ് ഇല്ല. അതെനിക്ക് വളരെ വിഷമകരമായ ഒരു വിഷമമാണ്. അതുകൊണ്ട് ഇതിലെനിക്ക് വേറൊന്നും കാണിക്കാൻ എൻ്റെ മൂടില്ല. ഇത് ഞാൻ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോഴാണ് ഇതുവരെ വന്നത്. അതുകൊണ്ട് ഇപ്പം തന്നെയാണ് ഇതുവരെ വന്നത്. അതുകൊണ്ട് എനിക്കൊരു സ്റ്റോപ്പ് ചെയ്യുന്നില്ല ഞാൻ. അത് ഞാൻ നാളെ നിങ്ങളോട് പറയാം. പിന്നെ ഞാനിന്ന് ഇരുമ്പമ്പുളിയെക്കുറിച്ച് ഒരു ചെറിയ ഷോട്ട് എന്ന് പറഞ്ഞ ഷോർട്ട് ഇട്ടിരുന്നു. അതെ, ഇരുമ്പുളി എല്ലാവർക്കും അറിയാം, എല്ലാ വീടുകളിലും ഉണ്ട്. പക്ഷേ അതാരും വളരെ കുറച്ച് പേര് ചെറിയ ഉപയോഗങ്ങൾക്ക്, പാചകത്തിൽ വളരെ കുറച്ച് ആളുകൾ മാത്രം അതിനെ പരിഗണിക്കുന്നു. എന്നാൽ വളരെ പരിഗണനാർഹമായ ഒരു വിഭവമാണ്. ഒരു ചെലവുമില്ല. മുറ്റത്ത് ഒരുപാട് ഇതുണ്ടാവുകയും ചെയ്യും. നിങ്ങളൊക്കെ ഇരുമ്പുപൊടി വയ്ക്കാം, അച്ചാർ വയ്ക്കാം, മീനിലിടാം, പിന്നെ ജ്യൂസ് ഉണ്ടാക്കാം. എന്തും അധികമായ നമുക്ക് ദൂഷമുണ്ട്. പാകത്തിന് എന്തും ഉപയോഗിക്കാം കേട്ടോ. എൻ്റെ മാഷ അങ്ങോട്ട് പോയി. എന്തും ഉപയോഗിക്കാം. അവർക്കാർക്കും ഇതിലൊന്നും വരാൻ ഇഷ്ടമില്ല. അവൻ പറ്റിച്ചതോ. ഇവിടെ മാഷും ഞാനും ഉണ്ടല്ലോ. മാഷക്ക് ഇതൊന്നും ഞാൻ ചെയ്യുന്നത് വിരോധമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്കറിയാം, ഞാനിത് എൻ്റെ ഒരു പാഷൻ, എൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടി മാത്രം ചെയ്യണം. അത് ഞാൻ റിട്ടയർ ചെയ്ത് ഇത്രയും വർഷമായില്ല, എനിക്കൊരു ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ കുറച്ചല്ലേ ആയുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് ഒരു രസം. പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ മറ്റേ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, ചില മോട്ടിവേഷൻ സ്പീച്ചൊക്കെ നടത്തുന്നുണ്ട്, കവിതകൾ ചൊല്ലുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ടോപ്പിക്ക് സംസാരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ക്ലാസ്സൊക്കെ എടുത്ത് കഴിയുമ്പോൾ നമ്മളെ കഴിവുകൾ എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ നമുക്ക് നമ്മുടെ അറിവുകൾ, പുതിയതും പഴയതും, പുതിയ അറിവിനെക്കാട്ടി കൂടുതൽ പഴയ അറിവാണ് ഉള്ളത്. അതൊക്കെ നിങ്ങളുമായിട്ട് ഇപ്പോഴത്തെ കുട്ടികളുമായിട്ടൊക്കെ പങ്കുവെച്ചാൽ അവർക്ക് മനസ്സിലാക്കാമല്ലോ. അവരിൽ നിന്ന് വരുന്നത് നമുക്ക് ഗ്രഹിക്കുകയും ചെയ്യാമല്ലോ. ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇപ്പോഴുള്ള പിള്ളേരെക്കാട്ടും ഭാഗ്യമുണ്ട്. ഞങ്ങൾക്ക് പഴയ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി, ഇപ്പോഴത്തെ കാര്യം അറിയാം. അന്നും ജീവിക്കാൻ പറ്റി, ഇന്നും ജീവിക്കാൻ പറ്റി അല്ലേ? അതൊരു വലിയ സൗഭാഗ്യമല്ലേ? അപ്പോൾ ഇത് നോക്കട്ടെ, തിള വരുന്നേ ഉള്ളൂ. തിളച്ച് താഴ്ത്തി വെച്ച് കഴിഞ്ഞ് ഒരു അവിയല് പരുവത്തിലാകണം. അധികം വെള്ളം പാടില്ല, എന്നാൽ കുറച്ചൊരു ഗ്രേവി ആയിരിക്കണം. വറ്റിക്കുകയല്ല, വറ്റിച്ചെടുക്കുകയല്ല. പിന്നെ ഞാൻ ഒരു ഗ്രാമീണ ഭാഷയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല, സംസാര ഭാഷയാണെങ്കിലും പലരും മീൻ പറ്റിച്ചു എന്ന് പറയും. വെള്ളമാണ്, പുഴയിലെ വെള്ളം പറ്റിച്ചു, അല്ലെങ്കിൽ കുളത്തിലെ വെള്ളം പറ്റിച്ചു, കൃഷിയിടത്തെ വെള്ളം
വെള്ളം പറ്റിച്ചു എന്ന് തന്നെ വറ്റിച്ചു എന്നാണ് നമ്മൾ. പക്ഷേ പ്രാദേശികമായിട്ട് മീൻ പറ്റിച്ചു പറയും, പക്ഷെ വറ്റിച്ചു എന്നാണ് കേട്ടോ. പറ്റിച്ചു എന്ന് പറഞ്ഞത് കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല, എങ്കിലും ഞാനത് തിരുത്തിയെന്നേ ഉള്ളൂ. ഇത് വലിയൊരു തിരുത്തലൊന്നും അല്ല. അപ്പം ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഞാനൊരു ചെറിയ കഷ്ണം കുടംപുളി വരും, വളരെ ചെറുത്, വേരി വിറ്റ്, അത് നല്ലതാണ്. അത് ഈ മീൻകറിക്ക് കൂടുതൽ ടേസ്റ്റിനാണ്. കുടംപുളി ഇത് എൻ്റെ മോടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, തിരുവല്ലയിൽ നിന്ന്. മോടെ അമ്മ തന്നു വിട്ടതാണ്. കഴിഞ്ഞാണ് ഞാൻ എൻ്റെ ബ്രദറിൻ്റെ കുട്ടിയുടെ മാര്യേജിന് പോയില്ലേ, അപ്പോൾ മോളുടെ അമ്മ നല്ല പുളി തന്നു വിട്ടു. അതാണിത്. അതെ, മഞ്ഞൾപ്പൊടി എല്ലാവരും തന്നു വിട്ടതാണ്. ഇതൊന്നും നോക്കട്ടെ, ഇതൊന്ന് ഇളക്കാം. ഈ മീൻ പൊടിഞ്ഞു പോയില്ല കേട്ടോ, അതുകൊണ്ട് ഇളക്കാം ധൈര്യമായിട്ട്. ഇത് വെന്ത് ഒരല്പം ചാറ്, കുറുകിയ ചാറ്. ഇതിന് ഉപ്പൊക്കെ ഞാൻ നോക്കാം. പിന്നെ അതിനോട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. എന്താ അറിയോ, നിങ്ങളെ ഞാൻ 2-3 വീഡിയോ ഒരു ആഗ്രഹത്തിൽ ഇട്ടിട്ട് നിർത്താൻ പോയ ആളാണ്. അത് പോയിട്ട് നിങ്ങളെല്ലാവരും എന്നെ പ്രൊമോട്ട് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവന്നു. എല്ലാവരും എന്നെ പ്രൊമോട്ട് ചെയ്തു. കാരണം ഞാനങ്ങനെ വലിയൊരു സംഭവമോ എനിക്കൊന്നും അറിയില്ല. അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളില്ലേ സരസ്വതി ടീച്ചർ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരുന്നത്. പക്ഷെ എന്നിട്ട് ഇത്രയും പേര് സപ്പോർട്ട് ചെയ്ത് ഇത്രയും മുമ്പോട്ട് പോയി, 1.5 വർഷത്തേക്ക് മുമ്പോട്ട് പോയി. ഞാനൊരാഗ്രഹത്തിന് എനിക്ക് ചാനൽ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് പോലും അറിഞ്ഞൂടെ. ഇവർക്കാർക്കും താല്പര്യമില്ല, അതുകൊണ്ട് ഇവരാരും ചെയ്തു തന്നില്ല. പക്ഷേ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ മകൾ വന്നപ്പം എന്നെ കാണാൻ വന്നപ്പോൾ അവളും അവളുടെ മകളെയും കൂടെ കൊണ്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, മോളെ എനിക്കിങ്ങനൊരു ചാനലൊക്കെ തുടങ്ങണമെന്ന് ആശയുണ്ട്. വെറും ആശ, പക്ഷേ എനിക്കത് ചെയ്യാനും ഒന്നും അറിയില്ല. ഇവിടെ കുട്ടികൾക്ക് ആർക്കും ഇഷ്ടമല്ല. അത് കാരണം പിന്നെ മാഷിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞില്ല. മാഷിത് കാണുന്ന പോലില്ല, അറിയില്ലൊന്നും. പിന്നെ മാഷ് പഴയ ആളായിപ്പോഴും. അപ്പോൾ അവൻ പറഞ്ഞു എനിക്കതുകൊണ്ട് പിന്നെ അതെങ്ങനെയാണെന്ന് തുടങ്ങണമെന്ന് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ എൻ്റെ കുഞ്ഞു പേരക്കുട്ടി അവരിവിടില്ല കേട്ടോ, ഇവിടെ കുറച്ച് അപ്പുറത്തേക്ക് ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു. ഇടയ്ക്കും പിള്ളേർ വരും ഇങ്ങോട്ട്. അപ്പോൾ അവളെനിക്ക് കുറച്ച് പറഞ്ഞു തന്നു. അങ്ങനെയൊക്കെ ഒരു ചാനലങ്ങ് സംഭവിച്ചു, ഓട്ടോമാറ്റിക്കലി സംഭവിച്ചു. ഒരു ദിവസം നോക്കുമ്പോൾ വൈറ്റി സ്റ്റുഡിയോ എന്ന് കണ്ടു. അപ്പം ഞാൻ ഇതാണല്ലോ ഇന്ന് ചന്ത ഇവിടെ ഉച്ചയ്ക്ക് കൊഴുക്കട്ടയായിരുന്നു. ഇത് തിളയ്ക്കുന്നിടം വെച്ച ആകുന്നിടം വെച്ചേക്ക് ഞാൻ വർത്താനം പറയാം കേട്ടോ. നിങ്ങളോട് ഇത്രയും സമയം വലിച്ചു നീട്ടണോ, ഇത്രയും സമയം വേണോ എന്നൊന്നും എന്നോട് ചോദിക്കണ്ട കേട്ടോ. എനിക്ക് നിങ്ങളോട് സംസാരിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ കൊഴുക്കട്ട 4 മണിക്കേക്ക് സാധാരണ കൊഴുക്കട്ട ഉണ്ടാക്കി. അതിന് ചുമ്മാ അതിന് സെൻറ്റ് ആകുമെന്ന് നോക്കി ചുമ്മാ അവിടെ എവിടെയൊക്കെ ടച്ച് ചെയ്തത്. ഇതൊന്നും പോയി കുട്ടികളെ. അയ്യോ എനിക്ക് പേടിയായി. എപ്പോഴാണോ അയ്യോ പിള്ളേർ കാണുമോ വല്ല നാട്ടിലൊക്കെ ഇരുന്നെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ എൻ്റെ മോള് വിളിച്ചു, അമ്മേ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു ഇതങ്ങ് പോയി, ഇതൊക്കെ പാസ് ചെയ്ത് പോയി. അമ്മേ ചേട്ടൻ വിളിച്ചു പറഞ്ഞു എടീ അമ്മ യൂട്യൂബ്. ഞങ്ങളെ പോലെ മക്കളെ എങ്ങനെ സംഭവിച്ചതാണ്, എനിക്കത് ഡിലീറ്റ് ചെയ്യാനൊന്നും അറിയുന്നുമില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന പോലെ, ഞാനെപ്പോഴും ഇങ്ങനെ നിൽക്കുന്ന പോലെ തന്നെയാണല്ലോ. എല്ലാവരും വലിയ ഡ്രസ്സിങ്ങിലൊന്നും അല്ലല്ലോ ഞാൻ ചെയ്യുന്നത്. അതും ഞാൻ എന്നെ കാണിക്കാൻ വേണ്ടിയില്ല, നമ്മളെ കണ്ടിട്ടുണ്ട്. അങ്ങനെ കളച്ച് കേട്ടോ. ഇതിൻ്റെ പൊസിഷൻ എനിക്കിപ്പോഴും ശരിയല്ല. തിളച്ചു കേട്ടോ, നന്നായിട്ട് തിളച്ചു. ഈ മീനെ അധികം പൊടിഞ്ഞു പോയില്ല കേട്ടോ. ഞാനിത് ചേർത്തിരിക്കുന്ന ഈ മീൻ കറി ചേർത്ത മീൻ എന്താണെന്ന് നിങ്ങൾ എന്നോട് പറയണം. കമൻറ്റിൽ എല്ലാവരും ഇടണം കേട്ടോ. ഈ മീൻ കറി ടീച്ചർ ചേർത്തിരിക്കുന്ന മത്സ്യം ഏതാണെന്ന്. നന്നായിട്ട് വെട്ടി തിളയ്ക്കണം, അടച്ച് വയ്ക്കാം. ഇനി അതവിടെ കിടന്ന് ചെറിയ തീയിൽ വേഗത്തെ
കുറച്ച് കഴിയുമ്പോൾ ഈ കപ്പയും മീനും ഒക്കെ കൂടെ കഴിക്കാമല്ലോ. മാഷ് ഇത്തിരി കഴിഞ്ഞേ കഴിക്കുകയുള്ളൂ. മാഷ് പിന്നെ ഇത്തിരി കഴിഞ്ഞേ കഴിക്കുകയുള്ളൂ. എന്തെന്നാൽ വൈകിയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. എനിക്ക് ലൈവ് ഒന്നും അറിയില്ലായിരുന്നു. അപ്പം കുറച്ച് ദിവസമായിട്ട് ഞാനൊരു ലൈവ് പഠിച്ചു. അപ്പോൾ ലൈവ് ഇടുന്നുണ്ട്. അപ്പം എനിക്ക് ലൈവ് ഇടുമ്പോൾ കുറേ ഫ്രണ്ട്സിനെ കിട്ടി. ലൈവ് ഇട്ടപ്പോൾ ജീവിതത്തിൽ കുറേ ഫ്രണ്ട്സിനെ കിട്ടി ലൈവിൽ. പക്ഷേ ഞാൻ ഈ അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഉടനെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പം എന്നോട് എല്ലാവരും വിളിച്ച് പറഞ്ഞു, ടീച്ചറമ്മേ അല്ലെ ടീച്ചറെ അല്ലെ ചേച്ചി എന്തിനാ ലൈവൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, ഞങ്ങൾക്ക് പിന്നൊക്കെ കാണാനായിരുന്നല്ലോ, ടീച്ചറെ സംസാരമൊക്കെ കേൾക്കാനായിരുന്നല്ലോ. ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളോട് ഇത്തിരി സംസാരിക്കണമെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഞാനങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും. എനിക്കതായത് എന്ത് കാര്യം. അങ്ങനെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ രണ്ടാളും പെൻഷനേഴ്സാണ്. നമുക്കതൊക്കെ ധാരാളം മതി. കുട്ടികളോട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ അവർ മൂന്നാളും എത്ര അവരാണ് കഴിവുള്ള എല്ലാം ചെയ്യും. പക്ഷെ ഞങ്ങൾക്ക് അതിൻ്റെ ഒന്നും ഒരു ആവശ്യം പോലും ഇല്ല. ഞങ്ങളുടെ പെൻഷൻ മതി. ഇനി യാത്രകളൊക്കെ പോകുമ്പോൾ കുട്ടികൾ കൊണ്ടുപോകില്ല. എവിടെ വേണേലും കുറേ സ്ഥലങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് വെളി രാജ്യങ്ങളിൽ. എനിക്ക് ദുബായ് ട്രിപ്പോടുകൂടി അത് പിള്ളേരോടല്ല പോയതും. അതുകൊണ്ട് എനിക്ക് വെളി രാജ്യത്ത് പോകുന്ന ആഗ്രഹമേ പോയി. 5-6 രാജ്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഇത് വെട്ടി തിളയ്ക്കാകണം കേട്ടോ. ഇതിൻ്റെ വാസന വരുമ്പോൾ തന്നെ ഇത് കഴിക്കാൻ തോന്നുന്നുണ്ട് മക്കളെ. എല്ലാ രുചിയാണ്. നോക്കട്ടെ. അരേ വാ, നല്ല ഒരു പൊടിക്ക് കൂടെ വേണോന്നൊരു സംശയം. വേണമെങ്കിൽ എടുക്കാം. ഇത്തിരി ഉപ്പ് എടുക്കട്ടെ. വേറെ വീട്ടിൽ ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശാരദ സന്ധ്യകൾ മരമുരിഞ്ഞൊറിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശകുന്തളേ ശകുന്തളേ. ഞാൻ ഇന്നലെ ഒരു കുഞ്ഞ് എതിർത്തിരുന്നു. അത് ഞാൻ എൻ്റെ കുട്ടികളെ പിള്ളേരെ അടുത്തുണ്ടായിരുന്നെങ്കിലെന്നുള്ള ഒരു ആഗ്രഹം ഇട്ടതാണ്. സിനിമയിലൊക്കെ ആ സീൻ എന്ന് പറഞ്ഞാൽ എൻ്റർലി ഡിഫറെൻ്റാണ്. അത് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാണല്ലോ. ഞാനത് നോക്കിയില്ല. ഞാൻ വീട്ടിൽ നിന്ന വഴി സാധാരണ നല്ല പിന്നെ നൈറ്റിയോ ചുരിദാറൊക്കെ ഇട്ടിട്ട് ഒരു തള്ളിപ്പൊളിച്ചു നൈറ്റിയിട്ടും മുറ്റത്ത് കാർപോർട്ടിൽ ഇരുന്നപ്പോൾ അങ്ങനെ തോന്നി. അപ്പോൾ അവനെ ഇങ്ങനെ ഓർത്തു. ഏറ്റവും ചെറിയ പേരക്കുട്ടിയെ ഓർത്തു. അവൻ UKG പഠിക്കുന്നത്. അതാണത്. അങ്ങനെ നീണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരികിൽ നീണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അതെ, അവനടുത്തുണ്ടായിരുന്നെങ്കിൽ കളിപ്പിക്കാം, അവനെ കൊഞ്ചിക്കാം, അവനെ എടുത്തോണ്ടൊന്നും എനിക്ക് നടക്കാൻ വയ്യ. എങ്കിലും അങ്ങനെയൊക്കെയുള്ള എൻ്റെ ഒരു ആശ എപ്പോഴും ഇപ്പം എന്നെ ഇങ്ങനെ വല്ലാണ്ട് അലട്ടുന്നുണ്ട്. നല്ലതാ. നല്ല 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 രുചികരം. അങ്ങനെ നമ്മുടെ വിശിഷ്ടമായ ഈ മീൻകറി ഞാൻ കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ലേശം കൂടെ ഒഴിച്ചൊന്ന് ചുറ്റിച്ചാൽ മതി. നല്ല രുചികരമാണ്. എനിക്ക് കറിവേപ്പില മുകളിലോട്ട് ഓടാൻ വയ്യ. അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല.
വെളിച്ചെണ്ണ ഞങ്ങൾ അവോയ്ഡ് ചെയ്യിക്കാം, അല്ലെങ്കിൽ നാളികേരമില്ലാത്ത ഇഷ്ടം പോലെ. നിങ്ങളെല്ലാവരും ഇങ്ങനൊരു മീൻകറി വയ്ക്കാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. വളരെ പോഷകമൂല്യമുള്ള, വളരെ ചിലവ് കുറഞ്ഞ, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വസ്തുക്കൾ കൊണ്ടാണ്, വിഭവങ്ങൾ കൊണ്ടാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനകത്ത് മീൻ മാത്രം വ്യത്യസ്തമാണ്. നിങ്ങളെല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം, അതൊന്ന് കാണണം, അതിൻ്റെ രുചി അറിയണം. പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാമല്ലോ, നിങ്ങളെല്ലാവരും ലൈക്കും കമൻറ്റും, എനിക്ക് നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ വായിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. എല്ലാവരും ലൈക്കും കമൻറ്റും ഇട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൂടി ഇത് ഷെയർ ചെയ്യണം. എൻ്റെ ഈ ഇതുണ്ടല്ലോ കുട്ടികളെ, ഈ സിങ്ക് ഈ ഭാഗത്താണ്, ഈ അടുക്കള, പണ്ടത്തെ അടുക്കളയൊക്കെ ആയിരിക്കും. അത് കാരണം കൊണ്ട് എനിക്ക് ആ സിങ്ക് കാണുന്നത് ഇഷ്ടമല്ല. എൻ്റെ എല്ലാ വീഡിയോയിലും ആ സിങ്കുണ്ട്. ഞാനിപ്പോൾ ഇങ്ങേപ്പുറത്ത് വെച്ചൊന്ന് നോക്കി, ഇങ്ങേപ്പുറത്ത് വെച്ച് നോക്കുമ്പോൾ പ്രകാശമേ ഇല്ല, വെളിച്ചം കിട്ടുന്നില്ല. അതുകൊണ്ട് വീണ്ടും ഞാൻ ഇങ്ങോട്ട് മാറ്റിയത്. ഇവിടാണ് നല്ലതാണ്, ഇവിടാണ് ഈ ഭാഗം കാണുമ്പോൾ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെക്കണം കേട്ടോ. എല്ലാവർക്കും എൻ്റെ ഉച്ചഭക്ഷണത്തിലേക്ക് ഇന്നത്തെ നമ്മുടെ കൂട്ടാൻ എന്ന് പറഞ്ഞാൽ, ഇവിടെ സ്ഥിരം മത്തങ്ങയുണ്ട്. മത്തങ്ങ പഴയ ശാസ്ത്രം ഇതൊക്കെ, മത്തൻ കഴിച്ചാൽ പിത്തം വരില്ല. എന്നാലും എൻ്റെ ഒരു ടീച്ചർ പറഞ്ഞപ്പോഴാണ് ഇവിടെ എന്നും മത്തങ്ങ, സരസ്വതിയുടെ അവിടെ എന്നും മത്തങ്ങ എന്താ പിത്തമൊന്നും ഇല്ലാത്തതെന്ന്. മത്തം കഴിഞ്ഞാൽ പിത്തം വരില്ല. പിന്നെ അപ്പോൾ ഇന്ന് മത്തങ്ങ എരിശ്ശേരി, മീൻ കൂട്ടാൻ, ചമ്മന്തി. ഡെയിലി ഇവിടെ ചമ്മന്തിയാണ്, നിങ്ങൾക്കറിയാമല്ലോ, എന്നും ചമ്മന്തിയല്ലേ. ചമ്മന്തി പെണ്ണ ഇവിടെ അടുത്ത് വെച്ചിരിക്കുന്നതൊക്കെ അതിന് അപ്പോഴേ പോയി. മത്തങ്ങ എരിശ്ശേരി, മാങ്ങ ചമ്മന്തി, മീൻകറി, കപ്പപ്പുഴുക്ക്, ചോറ്. എല്ലാവരും വരൂ ടീച്ചറുടെ കൂടെ ഫുഡ് കഴിക്കാൻ. നിങ്ങളെല്ലാവരും വരണം കേട്ടോ. എല്ലാവരോടും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവും വാത്സല്യവും നന്ദിയും ഒക്കെ ഞാൻ അറിയിക്കുന്നു. എല്ലാവർക്കും ഒരു സുദിനം നേരുന്നു. ഇപ്പോഴത്തെ ഈ സമയത്ത് ഗുഡ് ആഫ്റ്റർനൂണും പറയാൻ പറ്റില്ല, ഗുഡ് മോർണിംഗും പറയാൻ പറ്റില്ല, അങ്ങനത്തെ സമയമല്ലേ. അപ്പോൾ നമ്മളിനി മീൻകറിയൊക്കെ വാങ്ങി വയ്ക്കാൻ പോവാം. മീൻകറിയിലെ ചേമ്പ് വെന്തോ നമുക്ക് നോക്കാം അല്ലേ. നമ്മൾ നോക്കിയില്ലല്ലോ മീൻകറിയിലെ ചേമ്പ്, നമ്മുടെ തൊടിയിൽ നിന്ന് പറിച്ച ചേമ്പ്. ഞാൻ പുളി അധികമായതുകൊണ്ട് കുറച്ച് പുളി മാറ്റി വെച്ചു, ആ കുടംപുളി ഞാൻ മാറ്റി വെച്ചു. ചേമ്പ് വെന്തോ നോക്കട്ടെ. വെന്തു കഴിയുമോ? ഇച്ചിരൂടെ വറ്റാനുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല രുചി. നിങ്ങൾക്ക് കൊതിയാവുന്നില്ലേ? എന്നാൽ ഞാൻ തരാം. നല്ലതാ. മീനകത്ത് വലിയ മുള്ളൊന്നും ഇല്ല കേട്ടോ, മുള്ളില്ലാത്ത മീനാണ്. ഇതെന്ത് മീനാണെന്ന് നിങ്ങൾ പറയണം. ഇരുമ്പമ്പുളി, കൊച്ചിയേമ്പും, പിന്നെന്താ മീനിട്ടെന്ന് നിങ്ങൾ പറയണം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ എല്ലാ വിഭവങ്ങളും കൂട്ടി എന്നോടൊപ്പം ഊണ് കഴിക്കാൻ നിങ്ങളെല്ലാവരും വരുന്ന കപ്പപ്പുഴുക്കുണ്ട്, മീൻകറിയുണ്ട്, മത്തങ്ങ എരിശ്ശേരിയുണ്ട്, മാങ്ങാ ചമ്മന്തിയുണ്ട്. എല്ലാവരും ഊണ് കഴിക്കാൻ വരാൻ ഞാൻ നിങ്ങൾ വരും എന്നുള്ള പ്രതീക്ഷയിൽ ഭക്ഷണവും വിളമ്പി വെച്ച് ടീച്ചർ കാത്തിരിക്കുകയാണ്. എല്ലാവരും വരണം കേട്ടോ. എല്ലാവർക്കും ഉമ്മ.